ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ ഇന്ന് ചിക്കൻ മേടിച്ചത്. എങ്കിൽ പിന്നെ ഇന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായി ഒരു ബൗളിലേക്ക് സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ മിക്സിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനൊരു മുട്ട പൊട്ടിച്ച് നല്ല പോലെ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ 2 ബ്രെഡ് എടുത്തൊന്ന് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റിനെയും മുട്ടയിൽ മുക്കി ബ്രെഡിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരാൻ പോവാണ്. 2 സൈഡും നല്ല പോലെ ബ്രൗൺ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കട്ട്ലേറ്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ സർക്കിളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കട്ട്ലേറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഞാൻ ചിക്കൻ വേവിച്ചിരുന്നത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ധൈര്യത്തോടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ എണ്ണ എന്തായിരിക്കും എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും പേടിക്കാതെ ധൈര്യത്തോടെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.